ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആണ്. ഇനി ഇപ്പൊ ചക്കപ്പഴത്തിന്റെയും ചക്കയുടെയും ഒക്കെ സീസൺ ആണല്ലോ. അപ്പം നമുക്ക് ചക്കപ്പഴം കൊണ്ട് നമ്മൾ പല ഐറ്റം ഉണ്ടാക്കാറുണ്ട് അല്ലേ? ചക്കപ്പഴം കൊണ്ട് അലുവായും അപ്പങ്ങളും ഒക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പം അധികം മധുരം ഇല്ലാത്തതായിട്ടുള്ള ചക്കപ്പഴം കിട്ടുവാണെങ്കിൽ, ചില ചക്കപ്പഴത്തിന് ഒട്ടും മധുരം കാണത്തില്ല മുറിച്ച് കഴിയുമ്പോൾ. അപ്പൊ അങ്ങനെയുള്ളത് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് ഏത്തയ്ക്ക പൊരിച്ചെടുക്കുന്ന പോലെ നിങ്ങൾക്ക് ചക്ക പൊരിച്ചെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് അറിയാവോ അത് ചെയ്യാൻ? അറിയാമെന്ന് നിങ്ങൾ സ്കിപ്പ് ചെയ്തേരെ. അറിയാൻ മേലാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ കേട്ടോ. ഇത്രയും ചക്കപ്പഴം എടുത്തിട്ടുണ്ട്. ഇതിന്റെ കുരുവൊക്കെ കളഞ്ഞ് നല്ലതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇനി ഇത് ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള കുറച്ച് മൈദപ്പൊടിയാണ്. മൈദ ഇല്ലെങ്കിൽ ഗോതമ്പ് പൊടി വെച്ചായാലും ഉണ്ടാക്കാം. ഞാനിപ്പം മൈദ എടുത്തന്നേ ഉള്ളേ. അതിലേക്ക് ഇടാൻ വേണ്ടി ഞാൻ ശകലം മാത്രം ഏലക്കാപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ജീരകം, കുറച്ച് കറുത്ത ഇത്രയും കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വെള്ളം ഒഴിച്ച് നമ്മൾ സാധാരണ ഏത്തയ്ക്ക ഫ്രൈ ചെയ്യത്തില്ലേ, അതേപോലെ തന്നെ ഇതൊന്ന് കുഴച്ചെടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ച്, ഒത്തിരി ലൂസായി പോവല്ലേ. ദാ ഇതേപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. കൂടുതലൊന്നും വേണ്ട. നമ്മൾ ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടി എങ്ങനെയാണോ കുഴച്ചെടുക്കുന്നത് അതേ രീതിയാണ്. ഒരു പാനിൽ എണ്ണ ചൂടായി കിടപ്പുണ്ട്. അതിലേക്ക് ഈ ചക്കച്ചുള ഓരോന്നായിട്ട് മാവിനകത്ത് മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നിങ്ങളുടെ കയ്യിൽ ചെയ്തേപോലെ കട്ടിയുള്ള ചക്കച്ചുള, അധികം പഴുക്കാത്ത മധുരം ഇല്ലാത്ത ചക്കച്ചുള കിട്ടിയാൽ നിങ്ങൾ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണേ. ഇതെല്ലാം ഒന്ന് തിരിച്ചിടാവേ. ചില കാര്യങ്ങളൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ പറയാറുണ്ട്, ഒത്തിരി ഫ്ലെയിം കൂട്ടി വെക്കല്ലേ, ചൂടായി പോയല്ലോ ഓയിലെന്ന്. പക്ഷെ ഇതിലിടുമ്പോൾ ഓയിൽ നല്ലപോലെ ചൂടാകണം കേട്ടോ. ചിലരിത് ഉണ്ടാക്കിയിട്ടുള്ളവരായിരിക്കും. ദയവ് ചെയ്ത് അവരിത് കണ്ടിട്ട് ഇത് എല്ലാവർക്കും അറിയാവുന്നതല്ലേ എന്ന് ചോദിച്ചുകൊണ്ടുള്ള കമന്റ് ഇടാൻ വരല്ലേ. കാര്യം ഇത് അറിയാൻ മേലാത്ത ഒത്തിരി പേര് കാണും. ഇതുപോലെ ചക്ക കിട്ടിയാവോ എന്തിനു കൊള്ളാന്ന് പറഞ്ഞ് കളയുന്നവരൊക്കെ കാണും. അവരൊക്കെ ഇത് കണ്ടിട്ട് ഇതുപോലെ ചെയ്തു. ചക്കച്ചുള എല്ലാം മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇതിനെ നമുക്ക് കോരിയെടുക്കാം. ബാക്കിയിരിക്കുന്ന ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ മാവ് കുഴച്ചെടുക്കുമ്പോൾ ഈ ചക്കച്ചുള മുഴുവൻ മുങ്ങി വരണം മാവ്. അതേ രീതിയിൽ വേണം കുഴച്ചെടുക്കാന്. ഇതേപോലെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ചക്ക എല്ലാമേ. നല്ല ടേസ്റ്റ് ആകട്ടോ. നിങ്ങൾക്ക് ഇതുപോലെ ചക്ക കിട്ടുകയാണെങ്കിൽ അധികം പഴുക്കാത്ത ചക്ക, അതുപോലെ ചുളക്ക് ഇച്ചിരി കട്ടിയുള്ള ചക്ക ആയിരിക്കണം. അങ്ങനെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ ഇത് ഉണ്ടാക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഞാൻ പുതിയ വീഡിയോയുമായിട്ട് എത്തുന്നതായിരിക്കും.